PV Anwar കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിയ ആരോപണങ്ങൾ അത് പോലീസിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ അത് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് ഉയർത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൻവർ നിലപാട് മയപ്പെടുത്തുകയോ എന്നുള്ള സംശയം ഉയരുകയാണ്. സഖാവ് എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തം നിറവേറ്റിയെന്നാണ് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അൻവർ പ്രതികരിച്ചത്. തന്റെ ഉത്തരവാദിത്തം ഇവിടെ അവസാനിക്കുന്നു, ഇനി അന്വേഷണമാണ് നടക്കേണ്ടത്, അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കും, ADGP MR അജിത് കുമാറിനെ മാറ്റുക എന്നത് തൻ്റെ ഉത്തരവാദിത്തമല്ല, തൻ്റെ പിന്നിൽ ദൈവം മാത്രമാണ് എന്ന് പറഞ്ഞ PV Anwar P ശശിക്കെതിരായ ആരോപണം സംബന്ധിച്ച ചോദ്യത്തിന് മറുപടി നൽകിയതുമില്ല. ബഹുമാനപ്പെട്ട ഇന്നലെ നടത്തിയ പത്രസമ്മേളനം നിങ്ങൾക്കറിയാം. ആ പത്രസമ്മേളനത്തിൽ പത്രസമ്മേളനത്തോടു കൂടി ഇതിന്റെ ഒന്നാം ഘട്ടം അവസാനിക്കുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കാണും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് എഴുതി കൊടുക്കും, ഈ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് വിശദീകരിക്കും എന്ന് തീർത്ത് പറഞ്ഞായിരുന്നു. അതിനുശേഷമേ ഇനി പത്രക്കാരെ സംസാരമുള്ളൂ എന്ന് ഇന്നലെ വിളിച്ച എല്ലാ പത്രക്കാരോടും പറഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞ രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു, വിശദമായ ഈ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി, കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു. അദ്ദേഹം സംസ്കൃതത്തിൽ കാര്യങ്ങൾ കേട്ടു, കാര്യങ്ങൾ അതിൻ്റെ വിശദീകരണങ്ങൾ എന്നോട് ചോദിച്ചു. ഇനി സത്യസന്ധമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷക്കും നൽകുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സഖാവ് എന്ന നിലക്കാണ്. ഒരു സഖാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങി. ഈ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സഖാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഒരു സഖാവ് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഗോവിന്ദ മാഷ് ട്രിവാൻഡ്രത്ത് ഇന്നില്ല. ബഹുമാനപ്പെട്ട സഖാവിനെ കൂടെ കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പിയും സഖാവ് ഗോവിന്ദ മാഷക്ക് നൽകുന്നതോടുകൂടി ഒരു സഖാവ് എന്ന നിലയ്ക്കുള്ള എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ. ഒരു സഖാവ് എന്ന നിലയ്ക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ്. അവർ അതിന് അനുസൃതമായ ഉത്തരവാദിത്ത ബോധത്തോട് കൂടിയിട്ട് അതിനാവശ്യമായ അന്വേഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്ന് തന്നെയാണ് ഒരു സഖാവ് എന്ന നിലക്ക് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ആരെ മാറ്റി നിർത്തണം, ആരെ മാറ്റി നിർത്തേണ്ട എന്നതൊക്കെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സംവിധാനവും ഒക്കെ ആലോചിക്കട്ടെ. ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടല്ലേ ഉള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആ സാധനം കൊടുത്തിട്ട് ഞാൻ അരമണിക്കൂർ ആയോ? ഇപ്പൊ തന്നെ ഇവരെ മാറ്റണം അവരെ മാറ്റണം എന്ന് എന്തടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്? അവിടെ തുടരുമ്പോൾ സത്യം തെളിയുമോ? അല്ല, അതൊക്കെ നമുക്ക് വെയിറ്റ് ആൻഡ് സീ. അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരാണ്. അന്വേഷണം നടത്തിയിട്ട് എന്താണ് കാര്യം? അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നയം ഈ കാര്യത്തിൽ വ്യക്തമാണ്. കേരളത്തിൻ്റെ പോലീസിലെ ഒരു വിഭാഗത്തിൻ്റെ പെരുമാറ്റം ഈ പാർട്ടിക്കും ഗവൺമെൻറ്റിനും ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസ് എടുക്കേണ്ട നിലപാടും പ്രവർത്തന രീതിയുമല്ല പല പോലീസ് ഓഫീസർമാരുടെ ഇടയിൽ നിന്നും ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ പോലീസിലുള്ള പുഴുക്കുത്തുകൾ, അഴിമതി, അതും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്. ഒരു മിനിറ്റ്, ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് അറിയാം ജനങ്ങളുടെ വികാരം. ഇന്നത്തെ കൂടിക്കാഴ്ചയോടുകൂടി താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ കൃത്യമായി പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും അത് പരിഗണിക്കേണ്ടി വരുമല്ലോ. ഞാൻ എൻ്റെ വിഷയമല്ലല്ലോ പറഞ്ഞത്, ഈ നാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അല്ല, ഞാൻ വലിയ പ്രതീക്ഷയിലാണ്, നിങ്ങൾക്കറിയാലോ. ഞാൻ ഇന്നും ആ പ്രതീക്ഷയിലാണ്, നാളെ ആ പ്രതീക്ഷയിലാണ്, മറ്റന്നാളും ആ പ്രതീക്ഷയിലാണ്. അല്ല, അതൊന്നും എനിക്കറിയാം, അതിന്റെ നാളല്ല ഞാൻ. മറ്റൊരു സംശയം, താങ്കളുടെ പിറകിൽ ആരാണ് എന്നുള്ളതാണ്. അതിൽ സമൂഹത്തോട് എന്താ പറയാനുള്ളത്? അതിൽ എൻ്റെ നെഞ്ചിൽ കൈവച്ച് എൻ്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം, എൻ്റെ പിറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ്. ദൈവം മാത്രമാണ്. അല്ല, ഇത് അവസാനിച്ചു കഴിഞ്ഞു. അല്ല, ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. ഇനി കൂടുതൽ വിശദീകരിക്കാൻ തന്റെ പിന്നിലുള്ളത് ദൈവം, സർവശക്തനായ ദൈവം മാത്രമാണ് എന്നാണ് PV അൻവർ ഇപ്പോൾ പറയുന്നത്. ഡാൻ കുര്യൻ, VV അരുൺ നമ്മോടൊപ്പം ചേരും. ആദ്യം ഡാൻ കുര്യനിലേക്ക്. ഡാൻ, ഇന്നലെയും മിനിങ്ങാന്നും മലപ്പുറത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയപ്പോൾ കണ്ട ഒരു വീറോ, ഒരു ചുറുചുറുക്കോ ആർജവമോ ഒന്നും മുഖ്യമന്ത്രിയെ കണ്ട ശേഷം ഇറങ്ങിയപ്പോൾ PV അൻവറിനില്ലല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല. കാരണം കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ശാന്തതയായിരിക്കാം ഇത്. കാരണം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് ഒരു അനുനയ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണോ എന്ന തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ 2 ദിവസം മലപ്പുറത്ത് വെച്ച PV അൻവർ MLA മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയ വിവാദമായ ഫോൺ രേഖകൾ അടക്കം അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കൈമാറിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ PV അൻവർ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മൗനം പാലിക്കുന്നത് ഒരു പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിലുണ്ടാകുന്ന ഇടപെടലുകൾ എന്താകും എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പായിരിക്കാം. പാർട്ടി തലത്തിൽ നടപടിക്ക് ശുപാർശ ചെയ്യപ്പെടേണ്ടത് P ശശിക്കെതിരെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. സർക്കാർ തലത്തിൽ ആഭ്യന്തര വകുപ്പിൽ നിന്ന് അത്തരം നടപടികൾ എടുക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കേണ്ടത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ ക്രമസമാധാന ചുമതലയിൽ നിർണായക പദവി വഹിക്കുന്ന ADGP MR അജിത് കുമാറിനെതിരെയാണ്. അതായത് ഒരേ സമയം ആഭ്യന്തര വകുപ്പും അതേസമയം പാർട്ടി നേതൃത്വവും കൃത്യമായി നടപടിയെടുക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതേ പരാതി പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർക്ക് കൂടി നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി അങ്ങനെ 2 പരാതികൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ അതിൽ ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങളായിരിക്കും ഉണ്ടാകുക എന്നറിയുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരിക്കാം കൃത്യമായി PV അൻവർ ഉള്ളത്. അതിനുള്ള ഒരു സാവകാശം എന്ന വണ്ണമായിരിക്കാം അദ്ദേഹം മാധ്യമങ്ങളുടെ പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറാകാതിരിക്കുന്നത്. അതിനപ്പുറത്ത് PV അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ നിന്ന്, ആരോപണങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് അത് നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, P ശശിയുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു തരത്തിലുള്ള ഉത്തരവും നൽകാതെ ആവർത്തിച്ച് ആ ചോദ്യം ഉന്നയിച്ചിട്ട് ഇനി ബാക്കിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനി അങ്ങ് അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി പാർട്ടിയെയോ സർക്കാരിനെയോ പ്രതിരോധത്തിലാക്കുന്ന ഒരു പരാമർശം ഉണ്ടാകാതിരിക്കാനുള്ള ബോധപൂർവമായ ഒരു മൗനം, ആ മൗനമാണ് PV അൻവറിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്തായാലും കാത്തിരിക്കാം. ആഭ്യന്തര വകുപ്പിൽ നിന്ന് മുഖ്യമന്ത്രി നിർണായകമായ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമോ, ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട്. ഞാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിയാണ് ഇനി തീരുമാനിക്കേണ്ടത് എന്ന് PV അൻവർ സൂചിപ്പിക്കുന്നു. അപ്പോഴും മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുകയാണ്, ജൂനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ, കീഴുദ്യോഗസ്ഥർ ഈ അന്വേഷണം മേലുദ്യോഗസ്ഥർ നടത്തുമ്പോൾ എന്തുണ്ടാകാനാണ്, എന്താണ് അതിൻ്റെ ഒരു പോസിബിലിറ്റി എന്നൊക്കെ. പക്ഷെ അപ്പോൾ അതിനൊന്നും കൃത്യമായിട്ടുള്ള മറുപടിയില്ലല്ലോ. പാർട്ടി സെക്രട്ടറി കൂടി കാണുമെന്നതിനപ്പുറത്തേക്ക് PV അൻവർ പറയാതെ പോകുന്നതിൻ്റെ ഒരു പ്രശ്നമില്ലേ? MR അജിത് കുമാറിനെ ഇന്നലെ ടാർഗറ്റ് ചെയ്യുന്ന മട്ടിൽ, അല്ലെങ്കിൽ അത്രമാത്രം രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന PV അൻവർ ഇന്ന് അത്രമാത്രം കരുത്തോടുകൂടി ഇന്ന് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അൻവറിന് തന്നെ തോന്നുന്നു താൻ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെയോ താൻ ഉപയോഗിച്ച ആയുധങ്ങളൊക്കെയോ വേണ്ടത്ര പോലെ ഏശിയില്ല എന്ന്. അങ്ങനെ കരുതാൻ കഴിയുമോ?
അതായത് MR അജിത് കുമാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അദ്ദേഹം മലപ്പുറത്ത് വെച്ച് വാർത്താ സമ്മേളനം നടത്തിയത്. ഈ ശബ്ദരേഖകൾ പുറത്തുവിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. പക്ഷേ മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷന്റെ സമാപന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പോലീസിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഗൗരവതരമായ അന്വേഷണം നടത്തും, അതിന് സംസ്ഥാന പോലീസ് മേധാവി തന്നെ മേൽനോട്ടം വഹിക്കും എന്ന് പറഞ്ഞ് അന്വേഷണ സമിതിക്ക് രൂപം നൽകി അതിന്റെ സർക്കുലർ രാത്രി 10 മണിക്ക് ശേഷം പുറത്തിറങ്ങുമ്പോൾ അതിൽ പരാമർശിച്ചിരിക്കുന്ന പേരുകളിൽ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബെ സാഹിബ് മാത്രമാണ് ക്രമസമാധാന ചുമതലയുടെ ADGPക്ക് മുകളിലെ തസ്തികയിലുള്ളത്. ബാക്കിയുള്ള എല്ലാവരും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും ഇൻസ്പെക്ടർ ജനറലുമായ G. സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ള ADGPക്ക് താഴെയുള്ള തസ്തികയിലുള്ള ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ ഒരു സംഘത്തിന് ക്രമസമാധാന ചുമതലയിൽ MR അജിത് കുമാർ തുടരുമ്പോൾ അദ്ദേഹത്തിനെതിരെ എങ്ങനെ അന്വേഷണം നടത്താൻ കഴിയും, അദ്ദേഹത്തെ എങ്ങനെ വിവരങ്ങൾ ചോദിച്ചറിയാൻ കഴിയുമെന്ന പ്രായോഗികമായ പ്രശ്നങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് PV അൻവറിന്റെ ഭാഗത്ത് നിന്ന് ആ മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തുടർ നീക്കങ്ങൾ, ചടുലമായ നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. അവിടെ ആഭ്യന്തര സെക്രട്ടറി കൂടി നൽകുന്ന റിപ്പോർട്ട് നിർണായകമാകും. അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനം എടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പാർട്ടിയെയും അതോടൊപ്പം സർക്കാരിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഒരേ സമയം പ്രതിരോധത്തിലാക്കുന്ന വിവാദമാണ് PV അൻവറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത്തരം കോളിളക്കമുണ്ടാക്കുന്ന പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് തന്നെ അതിന് ഉദ്യോഗസ്ഥ തലത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ആരോപണമോ ആക്ഷേപവുമായി മാത്രം ചെറുതാക്കി കാണാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് അതിന് ചില രാഷ്ട്രീയമായ മുഖങ്ങൾ കൂടിയുണ്ട്. അവിടെയായിരിക്കും സർക്കാർ എടുക്കുന്ന തീരുമാനം നിർണായകമായി മാറുക. എന്നോടൊപ്പം VV അരുൺ കൂടി ചേരുന്നു. അരുൺ, ആ കാര്യങ്ങളിൽ ഏത് തരത്തിലായിരിക്കും തുടർന്ന് മുഖ്യമന്ത്രി ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട്? അത് PV അൻവർ ആ നിലപാടിനൊപ്പം നിൽക്കുമോ എന്ന കാര്യങ്ങളൊക്കെ VV അരുൺ തന്നെ വിശദീകരിക്കും. ഡാൻ, തീർച്ചയായിട്ടും PV അൻവറിന്റെ ഇന്നത്തെ പിന്മാറ്റം ഒരു താൽക്കാലിക പിന്മാറ്റമായി വേണം നമുക്ക് കാണാൻ. കാരണം അദ്ദേഹം ഈ മുഖ്യമന്ത്രി കണ്ടേഷൻ നടത്തിയ മാധ്യമോട് പ്രതികരിക്കുമ്പോഴും പറഞ്ഞത് താൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു, ഒരു സഖാവെന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതിൽ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് മുമ്പാകെ ഒരു മുഖ്യമന്ത്രി കത്ത് നൽകുന്നു. അദ്ദേഹം നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ അടക്കമുള്ള കത്താകാം, ഒരുപക്ഷെ അതിൽ തെളിവുകൾ ഉണ്ടാകാം. 40 മിനിറ്റോളം മുഖ്യമന്ത്രിയും PV അൻവറും സംസാരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എല്ലാ കാര്യങ്ങളും, ഈ വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയോട് PV അൻവർ വിശദീകരിച്ചു. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. സ്വാഭാവികമായും 2 ആവശ്യങ്ങളാണ് പ്രധാനമായി. 2 പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. ഒന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി CPM സംസ്ഥാന സമിതി അംഗം P. ശശിക്കെതിരെ, മറ്റൊന്ന് ADGP MR അജിത് കുമാറിനെതിരെ. ഇതിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ചോദ്യത്തിന് PV അൻവർ പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്. അതിൽ നടപടി ഉണ്ടാകുമെന്ന ചോദ്യത്തിന് വെയിറ്റ് ആൻഡ് സീ എന്നാണ് PV അൻവർ പറഞ്ഞത്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു നടപടി അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വരും ദിവസങ്ങളിൽ അന്വേഷണം ഉണ്ടാകും. ഏതായാലും അദ്ദേഹം മുതിർന്ന ഒരു IPS ഉദ്യോഗസ്ഥനാണ്. സ്വാഭാവികമായി അദ്ദേഹത്തിനെതിരെ ഒറ്റയടിക്കോ നടപടിക്ക് സർക്കാർ തയ്യാറായേക്കില്ല. മുൻകാല അനുഭവങ്ങൾ കൂടി വെച്ചുകൊണ്ടാകും അത്തരമൊരു നീക്കത്തിലേക്ക് സർക്കാർ പോകുന്നത്. നേരത്തെ TP സെൻകുമാറിനെതിരെയൊക്കെ ആരോപണം വന്ന നടപടിയെടുത്ത് സർക്കാർ പുലിവാല് പിടിച്ചതുമാണ്. അതുകൊണ്ടാകാം ഒരുപക്ഷെ സമയമെടുക്കുന്നത്. 1 മാസത്തേക്കാകും അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് പ്രധാനമാണ്. PV അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയ തെളിവുകളുണ്ടെങ്കിൽ അത് വളരെ പ്രധാനമാണ്. അങ്ങനെ ഒരു നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോ വിശ്വാസത്തിലോ ആകാം ഒരുപക്ഷെ അൻവറിന്റെ ഈ പിന്മാറ്റം. അല്ലാതെ നിരുപാധികം കീഴടങ്ങിയതാണോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഇനി നിരുപാധികം അദ്ദേഹം കീഴടങ്ങിയതാണെങ്കിലും പിൻവലിയതാണെങ്കിൽ പോലും വലിയ ഡാമേജാണ് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ സംസ്ഥാന സർക്കാരിന്, ആഭ്യന്തര വകുപ്പിന്, മുഖ്യമന്ത്രിക്ക് CPM-ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പം പിൻവാങ്ങാവുന്ന ഒരു ആരോപണമല്ല, എന്തെങ്കിലും പറഞ്ഞ് പിന്മാറാൻ പറ്റുന്ന ഒരു ആരോപണമല്ല PV അൻവർ ഉന്നയിച്ചത്. അത് വളരെ ഗൗരവമുള്ള, സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കിയ, വലിയ നാണക്കേടിലാക്കിയ, ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയെയും വിമർശന വിധേയമാക്കിയ, CBI അന്വേഷണം പോലും ആവശ്യപ്പെടാൻ പ്രതിപക്ഷത്തിന് അവസരം നൽകിയ ഒരു വിവാദമാണ്. അത് ഇങ്ങനെ മുഖ്യമന്ത്രിയെ കണ്ട് 40 മിനിറ്റ് ചർച്ച നടത്തി ഒരു കത്ത് കൈമാറിയത് കൊണ്ട് മാത്രം അവസാനിക്കുമെന്ന് കരുതാൻ വയ്യ. എൽദോ, അരുൺ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആഭ്യന്തര വകുപ്പിനെ, സർക്കാരിനെ, പാർട്ടിയെ ഒക്കെ പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുകൾ, പരാതികൾ ഒക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ PV അൻവർ മലപ്പുറത്ത് ഉന്നയിച്ചത്. ഇങ്ങനെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അത് അവതരിപ്പിക്കുകയായിരുന്നില്ലേ പാർട്ടിക്കും ആഭ്യന്തര വകുപ്പിനും അല്ലെങ്കിൽ അതിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്കും നല്ലത്? അപ്പോൾ അതിൻ്റെ ഒരു അതൃപ്തി സ്വാഭാവികമായി മുഖ്യമന്ത്രി പ്രകടിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. അത് അൻവറിന് ഒരു ക്ഷീണമുണ്ടാക്കാനുള്ള സാധ്യതയില്ലേ?
തീർച്ചയായിട്ടും സ്വാഭാവികമായും മുഖ്യമന്ത്രി അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണം. കാരണം സഖാവെന്ന് ഒരു 5-6 തവണ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ PV അൻവർ എന്തുകൊണ്ട് ആ ഒരു സഖാവ് ചെയ്യുമായിരുന്ന കടമ ആ രീതിയിൽ ചെയ്യാൻ തയ്യാറായില്ല, എന്തുകൊണ്ട് മുഖ്യമന്ത്രി വിവരം അറിയില്ല. സ്വാഭാവികമായി മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള വഴികൾ P ശശി അല്ലാതെയും PV അൻവറിന് ലഭിക്കും. അദ്ദേഹം MLA ആണ്, നേരിട്ട് മുഖ്യമന്ത്രി ഫോണിൽ പോലും ബന്ധപ്പെടാൻ കഴിയുന്ന ആളാണ്. അങ്ങനെ വഴി സ്വീകരിക്കാതെ എന്തുകൊണ്ടാണ് ഈ ഒരു വഴി PV അൻവർ തിരഞ്ഞെടുത്തത്? അതിൽ സ്വാഭാവികമായും CPM-ൽ അമർശമുണ്ട്. മുഖ്യമന്ത്രിക്ക് അതിൽ എതിരഭിപ്രായം ഉണ്ടാകും. അത് അദ്ദേഹം അറിയിച്ചും കാണണം. PV അൻവർ ഏറ്റവും അധികം പ്രധാനമായും ഉന്നയിക്കുന്നത് P ശശിക്കെതിരെയുള്ള ആരോപണങ്ങളാണ്. P ശശി ശരിയായല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൈകാര്യം ചെയ്യുന്നത്, പോലീസിനെ ഭരിക്കുന്നത്. PV അൻവർ മുൻകൈയെടുത്ത ചില കേസുകളിൽ പോലും ആ സഹായം ലഭിച്ചില്ല എന്ന പരാതിയാണ് P ശശിക്കെതിരെ ഇത്ര കടുത്ത നിലപാടെടുക്കാൻ PV അൻവറിനെ പ്രേരിപ്പിച്ചത്. അങ്ങനെ CPM-ന്റെ സംഘടനാ തലം നോക്കുമ്പോൾ സംഘടനയിൽ വലിയ ഉന്നതമായ സ്ഥാനത്തുള്ള ആളാണ് P ശശി. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്, കണ്ണൂരിലെ പ്രബലനായ രാഷ്ട്രീയ നേതാവ്, CPM നേതാവാണ്. അങ്ങനെ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും കൃത്യമായ തെളിവുകൾ കൂടി അൻവർ ഹാജരാക്കേണ്ടി വരും. അത് മുഖ്യമന്ത്രി ചോദിച്ചിട്ടുമുണ്ടാകണം. ഇന്ന് മുഹമ്മദ് റിയാസിന്റെ മന്ത്രിയുടെ പ്രതികരണം നമ്മൾ ഇതുമായി കൂട്ടി വായിക്കേണ്ടതാണ്. പുഴുക്കുത്തുകൾ എവിടെ ഉണ്ടെങ്കിലും നടപടി ഉണ്ടാകും. അത്തരം കാര്യങ്ങൾ P ശശിക്കും MR അജിത്കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ അൻവറിനെ ഇന്ന് പിന്മാറാൻ പ്രേരിപ്പിച്ചതെന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ ഈ കരുത്ത് പറയാൻ കഴിയും. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ അൻവറിനെ ഭീഷണിപ്പെടുത്തിയോ സമ്മർദ്ദത്തിലാക്കിയോ മുഖ്യമന്ത്രി പിന്തിരിപ്പിച്ചതാണോ എന്ന കാര്യമൊക്കെ വരും ദിവസങ്ങളിൽ വ്യക്തമാകും. അരുൺ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പോൾ അജിത് കുമാറിനെ പറ്റി, ADGP-യെ പറ്റി ചോദിച്ചപ്പോൾ വെയിറ്റ് ആൻഡ് സീ എന്ന് വളരെ വ്യക്തമായി പറയുന്നു PV അൻവർ. പക്ഷേ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായിട്ടുള്ള ആരോപണത്തെ പറ്റി ചോദിച്ചപ്പോൾ മൗനമാണ് അൻവറിന്റെ മറുപടി. അപ്പോൾ അതിൽ നിന്നും മറ്റൊരു കാര്യം വായിച്ചെടുക്കേണ്ടത്, മുഖ്യമന്ത്രിക്കും ADGP MR അജിത് കുമാറിനോടൊരു അതൃപ്തിയുണ്ട് എന്ന് ഒരു തോന്നലുണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് MR അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വളരെ വേണ്ടപ്പെട്ട, വളരെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർ ഒരാളാണ്. പക്ഷേ ഒരു പരിധി കടന്ന് ഒരുപക്ഷെ സർക്കാർ നയങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ അൻവർ ആരോപിക്കുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിലോ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ഏതറ്റം വരെ സംരക്ഷിക്കുമെന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. MR അജിത് കുമാറിന്റെ നീക്കങ്ങളിൽ മുഖ്യമന്ത്രിക്കും അതൃപ്തിയുണ്ട്. ഒരു വാദമുള്ളത് മുഖ്യമന്ത്രി തന്നെ അൻവറിനെ കൊണ്ട് ഇത്തരം ആരോപണം ഉന്നയിക്കുകയാണ് പി ശശിയെയും അതുപോലെ അജിത് കുമാറിനെയും ഒക്കെ മാറ്റാൻ. എന്നാൽ അത് അത്രത്തോളം ലോജിക്കലായിട്ട് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വേർഷൻ അല്ല. കാരണം മുഖ്യമന്ത്രി ഈ ആരോപണങ്ങളൊക്കെ സ്വാഭാവികമായി ഉയർന്നു വരുമ്പോൾ അത് ഏറ്റവും അധികം ബാധിക്കുക മുഖ്യമന്ത്രിയാണ്. അത് MR അജിത് കുമാറിനെതിരെ ആരോപണമായാലും അല്ലെങ്കിൽ P ശശിക്കെതിരെ ആരോപണമായാലും രണ്ടുപേരും ആഭ്യന്തര വകുപ്പുകളുടെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആത്യന്തിക ഫലം മുഖ്യമന്ത്രിക്കെതിരായ നീക്കമായി കൂടി മാറും. അതുകൊണ്ട് തന്നെ ആ ഒരു വാദത്തിന് വലിയ ബലം ഈ ഘട്ടത്തിൽ ലഭിക്കുന്നില്ല. പക്ഷേ MR അജിത് കുമാറിന്റെ ഈ നീക്കങ്ങൾക്കെതിരെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ എന്തെങ്കിലും തെളിവ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടോ, അതാണ് പ്രധാനം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ന് PV അൻവറിന്റെ ഒരു ആത്മവിശ്വാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത് MR അജിത് കുമാർ നടപടി ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ടിപ്പോൾ അരമണിക്കൂർ പോലും ആവുന്നില്ലല്ലോ, അതിനുള്ളിലല്ലോ നടപടി ഉണ്ടാകേണ്ടത്, കാത്തിരുന്നു കാണാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു നടപടി അവിടെ MR അജിത് കുമാറിനെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അത് വിരൽ ചൂണ്ടുന്നത്. അത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. കൂടുതൽ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇന്ന് രാവിലെ ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്ത പോലെ ഓയൂരിലെ പെൺകുട്ടി തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പോലും MR അജിത് കുമാർ ഇടപെടൽ ആ പ്രതികൾ യഥാർത്ഥ പ്രതികളെ അല്ലെങ്കിൽ യഥാർത്ഥ പ്രതികളിൽ ഒരാൾ കൂടി ഉണ്ട്, അയാളെ പോലും മറച്ചു വെച്ചുകൊണ്ടുള്ള ഇടപെടൽ ഉണ്ടായി എന്ന ആരോപണം കുടുംബത്തിനുണ്ട്, ആ കുട്ടിയുടെ പിതാവിനുണ്ട്. അത്തരം പല പരാതികൾ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക്, ഉന്നത IPS ഉദ്യോഗസ്ഥർക്കടക്കം MR അജിത് കുമാറിനോട് പലതരത്തിലുള്ള എതിർപ്പും വിദ്വേഷവുമുണ്ട്. അത്തരം കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ എത്ര നാൾ ആ സ്ഥാനത്തിരുത്തി മുഖ്യമന്ത്രി മുന്നോട്ട് പോകുമെന്നാണ് അറിയേണ്ടത്. മാത്രമല്ല ഇത്രയധികം ചീത്തപ്പേര് കേൾപ്പിച്ച ഉദ്യോഗസ്ഥനെ ഇത്ര അധികം സുപ്രധാനമായ തസ്തികയിലിരുത്താൻ മുഖ്യമന്ത്രി തുറന്നു കൊണ്ടുപോകാൻ അനുവദിക്കുമോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് PV അൻവറിന്റെ ഇപ്പോഴത്തെ പിന്മാറ്റം ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ട് കുറ്റക്കാരാണെങ്കിൽ അന്വേഷണ നടപടിയെടുക്കുമെന്ന് അദ്ദേഹത്തിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു താത്കാലിക പിന്മാറ്റമായി നമുക്ക് കാണാമെന്ന് കരുതുന്നത്. ഉറപ്പായും അത് നമ്മൾ കാത്തിരുന്നതിന് കാണണം. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ, പരാതികൾ അത് മുഖ്യമന്ത്രിയുടെ അടുക്കിലേക്ക് വരെ എത്തി നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം. അരുൺ, ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ
PV Anwar MLA മുഖ്യമന്ത്രിയെ കണ്ടു. ഇനി പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകും, കത്ത് നൽകും. ഇതൊക്കെ ശരി. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷം ഈ വിഷയം വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങളൊന്ന് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു MR അജിത് കുമാറിനെ എന്നുള്ളതാണ്. ഒരു MLA അത്തരത്തിൽ ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെ കാര്യമായിട്ടുള്ള നിലപാടെടുക്കുന്നില്ല. ഒരു അന്വേഷണം പ്രഖ്യാപനം എന്നതിനപ്പുറം ആ അന്വേഷണം പ്രഖ്യാപിച്ച ടീം അത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്നാണ് VD സതീശൻ എന്ന് പരിഹസിച്ചത്. ഈ ഒരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ, അവിടെ എങ്ങനെയായിരിക്കും പാർട്ടിയും മുഖ്യമന്ത്രിയും ഇതിനെ പ്രതിരോധിക്കുക? ഇതിൻ്റെ ഒരു പ്രതികരണം മുഖ്യമന്ത്രി നൽകുക അത് സാധ്യമായിരിക്കും? അതിനേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അൻവറിന് മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശാസനയ്ക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്നേഹപൂർവ്വമുള്ള ഉപദേശത്തിനോ ഒക്കെ വഴങ്ങി പിന്മാറിയെങ്കിൽ കൂടി പാർട്ടിയുടെ മുന്നണിയുമൊക്കെ സർക്കാരിന്റെയും ഒക്കെ മുന്നോട്ട് പോക്കിനെ കരുതി പിന്മാറണമെന്ന മുഖ്യമന്ത്രി അഭ്യർത്ഥന സ്വീകരിച്ച് പിന്മാറി എന്ന് തന്നെ വെച്ചാലും ഈ ആരോപണം ഉണ്ടാക്കിയിട്ടുള്ള സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ചീത്തപ്പേര്, ദുഷ്പേര് ആഭ്യന്തര വകുപ്പിനുണ്ടാക്കിയ, നേരത്തെ തന്നെ ആഭ്യന്തര ഭരണത്തിനെതിരെയൊക്കെ വലിയ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിലും പുറത്തും പൊതുജനങ്ങൾക്കിടയിലും ഒക്കെ ഉള്ളതാണ്. ആ സാഹചര്യത്തിൽ അൻവറിന്റെ ആരോപണം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചീത്തപ്പേര് ചെറുതല്ല. അത് എങ്ങനെ മറികടക്കുമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് പ്രതിപക്ഷം ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതുകൂടി പ്രസക്തമാകുന്നത്. പ്രതിപക്ഷം ശക്തമായ വിമർശനമാണ് ആദ്യഘട്ടം മുതൽ ഈ വിഷയത്തിൽ ഉയർത്തിയത്. ആദ്യഘട്ടം മുതൽ പ്രതിപക്ഷം ആഭ്യന്തര വകുപ്പിന് മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ തുറന്ന നിലപാടുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഡാൻ കുര്യൻ വീണ്ടും ചേരും. ഡാൻ, ഈ പ്രതിപക്ഷം വലിയ വിമർശനം ഈ സർക്കാരിന് ആഭ്യന്തര വകുപ്പിനെതിരെയൊക്കെ ഉന്നയിക്കുന്നുണ്ട്. PV Anwar ഇന്ന് മുഖ്യമന്ത്രിയെ കാണുന്നു, പുറത്തു വന്ന് സഖാവാണെന്ന തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തുന്നു. അങ്ങനെ ഒരു രണ്ട് സഖാക്കൾ മാത്രം പറഞ്ഞു തീർക്കാവുന്ന വിഷയമാണോ അദ്ദേഹം ഉന്നയിച്ചത്? രണ്ട് സഖാക്കൾ മാത്രം പറഞ്ഞാൽ തീരുന്ന വിഷയമാണോ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി PV Anwar പൊതുസമൂഹത്തോട് പറഞ്ഞതും അത് ഇങ്ങനെ തെളിവ് സഹിതം കൊണ്ടുവന്നതും? അതിൽ പ്രതിപക്ഷം എങ്ങനെ കാണും? ഈ സഖാക്കൾ തമ്മിൽ പറഞ്ഞു തീർത്തോട്ടെ എന്ന് പറഞ്ഞ് പ്രതിപക്ഷം മാറിയിരിക്കുമോ? ഒരുപക്ഷെ ഇത്തരത്തിൽ സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടത് പ്രതിപക്ഷമാണ്. പക്ഷേ ഭരണപക്ഷത്ത് നിന്ന് തന്നെ ഒരു നിർണായക സ്വാധീനമുള്ള ഒരു MLA അത്തരത്തിലുള്ള ഒരു പരാമർശവുമായി സർക്കാരിനെ മുഴുവൻ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ, പാർട്ടി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഗുരുതര പരാമർശങ്ങളുമായി രംഗത്ത് വന്നത് ചെറിയ തരത്തിലുള്ള ആഘാതമല്ല CPM-ന് സർക്കാരിന് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി PV Anwar അദ്ദേഹം വീണ്ടും രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ പാർട്ടിക്ക് ചെറുതായിരിക്കില്ല എന്നൊരു ബോധ്യം നേതൃത്വത്തിന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയായിരിക്കാം മുഖ്യമന്ത്രി ഏതാണ്ട് അരമണിക്കൂറിലധികം സമയം PV Anwaruമായി രഹസ്യമായി സെക്രട്ടേറിയറ്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന മുഴുവൻ വിവരങ്ങളും അല്ലെങ്കിൽ മുഴുവൻ തെളിവുകളും കൈമാറുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനി പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ്. അതായത് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ കടുത്ത വിമർശനവുമായി കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. വലിയ തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്നത് ഉപജാപക സംഘമാണ് എന്ന് നേരത്തെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു പ്രതിപക്ഷം. പക്ഷേ അന്ന് ആ കാര്യങ്ങൾ മുഖവിലയ്ക്ക് എടുക്കാൻ തയ്യാറായില്ല ആരും. അതിനെ പ്രതിപക്ഷത്തിന്റെ കേവലം ഒരു ആക്ഷേപം മാത്രമായി തള്ളിക്കളയുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ മാധ്യമങ്ങളോട് തിരുവനന്തപുരത്ത് വെച്ച് പ്രതികരിച്ചത്. പക്ഷേ അതിപ്പോൾ സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അത് മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ള, മുഖ്യമന്ത്രിയുമായി വ്യക്തിപരമായി അടുപ്പമുള്ള PV Anwar തന്നെ പരസ്യമായി പ്രതികരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അത്തരത്തിലൊരു പ്രചാരണമായി CPM-നുള്ളിൽ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ നീക്കം നടക്കുന്നു, മുഖ്യമന്ത്രി ഓഫീസിനെതിരെ നീക്കം നടക്കുന്നു എന്ന തരത്തിലേക്ക് ആ പ്രചാരണം മാറ്റുകയാണ് പ്രതിപക്ഷം. അത്തരത്തിലുള്ള പ്രചാരണ പരിപാടികൾക്കാണ് ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ UDF-ഉം KPCC-യും വെവ്വേറെയായി ഇതുമായി ബന്ധപ്പെട്ട സമര പരിപാടികൾക്ക്, പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകിയേക്കും. അതിന്റെ ആദ്യഘട്ടം ഏത് തരത്തിലായിരിക്കണം എന്ന് KPCC നേതൃത്വം കൂടിയാലോചിച്ചതിന് ശേഷമായിരിക്കും അതിൽ തീരുമാനമെടുക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. BJP നേതൃത്വവും സമാനമായ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷണം നടത്തണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലായിരിക്കാം സർക്കാർ ഈ വിഷയത്തെ ഇനി അങ്ങോട്ട് നോക്കിക്കാണുന്നത്, ഏത് തരത്തിലായിരിക്കാം തുടർ നിയമ നടപടികൾ, അത് തന്നെയായിരിക്കും ശ്രദ്ധേയമായി മാറുക. ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്ന അന്വേഷണ സംഘം 1 മാസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ക്രമസമാധാന ചുമതലയിൽ MR അജിത് കുമാർ തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിലടക്കം നിർണായകമായ തീരുമാനം ഉണ്ടാകുക. അങ്ങനെ MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു തീരുമാനം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അത്
ഇപ്പോൾ സ്വാഭാവികമായി പ്രതിരോധത്തിലായിരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കൂടുതൽ തലവേദനയായി മാറുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് കരുതലോടെ നീങ്ങുന്ന സമവായത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. PV അൻവർ ഇനി ഏതെങ്കിലും തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾക്ക് മുതിരുമോ എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളതും. അതാണ് പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് അവിടെ തലസ്ഥാനത്ത് നടന്നത്. ഇനി എന്തൊക്കെയാണ് എന്നുള്ളതിലൊരു വ്യക്തത ഇനിയും കൈവരേണ്ടതുണ്ട്. ഇനിയും കൂടുതൽ ഡെവലപ്മെന്റുകൾ ഇതിലുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ഇടവേളയിലേക്ക് പോകുന്നു സ്പോട്ട്ലൈറ്റ്.